ഗൈസ്, അമ്മാമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ എന്റെ പല്ല് കാണിക്കാൻ വേണ്ടി ക്ലിനിക്കിലോട്ടാണ് ഇപ്പോൾ. അങ്ങോട്ട് പോയിട്ട് തന്നെ ഒരു 8-9 മാസം ആവുമായിരുന്നു. ക്ലിനിക്കിൽ തന്നെ പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ ഫോൺ എടുക്കൂലായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്പരൊക്കെ മാറ്റി വിളിച്ചായിരുന്നു. അന്ന് ഞാൻ പിടിക്കപ്പെട്ടു ഗൈസ്. അന്ന് ഞാൻ പറഞ്ഞത് സ്ഥലത്തില്ലെന്നാണ്. കാരണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാളും പോവാതിരുന്നത്. ഇപ്പൊ പിന്നെ പല്ലുവേദനയായി, അങ്ങനെ പിന്നെ പോയല്ലേ പറ്റൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ചോദിച്ചായിരുന്നു ഹോസ്റ്റലിലായിരുന്നല്ലേ എന്ന്. ഞാൻ അപ്പോഴേ ചേച്ചി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിലായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാ നടക്കുന്നേ. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണോ ഇനി സത്യം പറയാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അപ്പയുടെ പാർലറിലോട്ട്. ഇതാണ് എന്റെ അപ്പ. അങ്ങനെ അപ്പ എനിക്ക് പിരിയൊക്കെ ത്രെഡ് ചെയ്ത് ഭയങ്കര വേദനയാണ് പിരിയോ എടുക്കുമ്പോ. എനിക്ക് കരഞ്ഞാണെങ്കിലും ഞാൻ ഇത് ചെയ്യും. എവിടെ നിന്നൊക്കെ പിരിയോ എടുത്താലും എന്റെ പിരിയൻ രണ്ട് ഷേപ്പിനെ ഇരിക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അപ്പ നമുക്ക് ഷാർജ വാങ്ങി തരാന്നും പറഞ്ഞു കൊണ്ടുപോയി. ഷാർജന്റെ എന്നൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയാണ്. അങ്ങനെ ഞാൻ ചായയാണ് കുടിച്ചത്. പപ്സ് ഇരുന്ന വീഡിയോ എടുത്തപ്പോ ആരാ എന്നെ നോക്കി. അപ്പോഴേ ഞാൻ ഇൻട്രോവേർട്ടായി. ഞാൻ ചായ കുടിച്ചോണ്ട് അപ്പയും ചായയാണ് കുടിച്ചത്. എന്റെ ചേച്ചി ഷാർജയാണ് വാങ്ങിയത്. കുടിക്കൂലെന്നൊക്കെ പറഞ്ഞാലും എനിക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണോ. അങ്ങനെ തീറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയില്ല. പിന്നെ വീട്ടിലോട്ട് മലക്കറിയൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോൾ ഡൂഡിമോള് പ്രത്യേകതരം നാടകമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. അപ്പൊ ഓക്കെ ബൈ.